നമസ്കാരം. ഇന്ന് കുചേല ദിനമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ, ചില രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായ സമയമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ഇന്നേ ദിവസം തേടിയെത്തുക, വരും ദിവസങ്ങളിൽ അത് എപ്രകാരം ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശി കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ പല കാര്യങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. സാമ്പത്തിക സ്ഥിതി ഈ സമയം ഈ രാശിക്കാരിൽ അല്പം വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരാം. പല പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പല സന്തോഷകരമായ നിമിഷങ്ങളും അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഗജകേസരി യോഗ തുല്യമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങൾക്കും അത്തരത്തിലുള്ള സാക്ഷ്യം വഹിക്കേണ്ടതായി വരാം. കഴിവുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് പല വിധത്തിലുള്ള നേട്ടങ്ങൾക്കും കാരണമായി തീരാം. ധനപരമായും തൊഴിൽപരമായും ബിസിനസ് പരമായും അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ പോലും അംഗീകരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പ്രശംസ, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അത് കലാമേഖലയുമായി ബന്ധപ്പെട്ടോ ആകാം. അതല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടും പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിയെടുക്കാം. പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പല ആനുകൂല്യങ്ങളും ജീവിതത്തിലേക്ക് ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാകുന്നു. അതിനാൽ വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. മത്സര പരീക്ഷകളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. രോഗദുരിതങ്ങൾ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോവുകയും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. അഥവാ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ നിരവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഭഗവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകാവുന്നതാണ്. എന്നാൽ ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളോ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളോ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രശംസ, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കാവുന്ന സമയമാകുന്നു. കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അല്പം അനുകൂലമായി മാറുന്ന സാഹചര്യം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തിക പരാധീനതകൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോംവഴി കണ്ടെത്തുവാൻ സാധിക്കും. സഹായധനം അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതായ ധനം തിരികെ ലഭിക്കുക, മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളാൽ വന്നു ചേരുന്ന ധനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പലവിധ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാൻ, വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും
ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളും തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും വളരെയധികം വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. സന്തോഷവും സുഖകരവുമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സന്തോഷകരവും സുഖകരവുമായ ജീവിതം നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പലവിധ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. താൽക്കാലികമായ പരിഹാരമാണ് എങ്കിലും ലഭിക്കാവുന്നതാകുന്നു. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ വിദ്യയിൽ ഉയർച്ച നേടുവാനും കൂടാതെ ഈ സമയം തൊഴിൽപരമായും ബിസിനസ് പരമായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തുലാം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ സമയം പലവിധ ആഗ്രഹങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് പൂവണിയുന്നതായ സമയമാകുന്നു. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ജീവിത നിലവാരം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ജീവിത നിലവാരം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രധാനമായും ഈ സമയം ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഉയർന്ന ശമ്പളത്തോടെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ജീവിതത്തിൽ പലവിധ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ ഭഗവാൻ നിങ്ങൾക്ക് മനോധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും കരകയറുന്നതിനോടൊപ്പം മനസ്സിൽ പേറി നടക്കുന്നതായ ചില ദുരിതങ്ങൾ, ചില വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അസുലഭ മുഹൂർത്തമാണ് എന്ന കാര്യവും ഓർക്കുക. ആരെങ്കിലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബ കലഹങ്ങൾ അല്ലെങ്കിൽ ഐക്യമില്ലാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. തോൽക്കും എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അല്പം അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകുന്നതാണ്. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം ഭഗവാനെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക.